iOS 16 ഐഫോൺ 14 നമ്മുടെ കരങ്ങളിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലായി. പക്ഷേ ഇപ്പോഴും ഇതിനെപ്പറ്റിയുള്ള പരാതികൾ, ബഗ്ഗുകൾ, ഇഷ്യൂസ്, പ്രോബ്ലംസ് ആളുകളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അത് നമ്മുടെ iOS 16 ബന്ധപ്പെട്ടുള്ള വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ മനസ്സിലാകും. സത്യത്തിൽ എന്താണ് iOS 16 ബഗ്ഗുകൾ അല്ലെങ്കിൽ ഐഫോൺ 14 പ്രോബ്ലംസ്, ഇതിനൊക്കെ പറ്റിയൊക്കെ പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാം? അതോടൊപ്പം തന്നെ നിങ്ങളൊരു ആപ്പിൾ യൂസർ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് ഈ ബഗ് എന്ന് പറയുന്നത്? അത് ആപ്പിൾ ഐഫോൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്നോ അല്ലെങ്കിൽ കണ്ടുപിടിച്ചേക്കുന്ന സാധനമൊന്നുമല്ല. ഇത് ലോകത്ത് ഏതൊക്കെ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ടോ ആ സോഫ്റ്റ്വെയറിലെല്ലാം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബഗ് എന്ന് പറയുന്നത്. കാരണം ലോകത്തിൽ ഒരു സോഫ്റ്റ്വെയറും 100% പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഡെവലപ്പറിൻ്റെ ചുമതലയാണ് ഇതിനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസാണ് കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ബഗ്ഗുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ലഭിക്കുന്നത്. ഇപ്പം ബഗ്ഗിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് എന്ത് വസ്തുക്കൾ വാങ്ങിക്കോട്ടെ, അതിപ്പം ഒരു വാഹനമാകാം അല്ലെങ്കിൽ ഒരു വീടാകാം. ഈ വീടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇയർലി അല്ലെങ്കിൽ ഇത്ര വർഷം കൂടുമ്പോൾ അതിനൊരു മെയിൻ്റനൻസ് നടത്തും. ഈ മെയിൻ്റനൻസ് നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് മങ്ങുമോ മറ്റെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ. കാരണം ആപ്പിളിനെ സംബന്ധിച്ചോളം ആപ്പിൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആപ്പിൾ ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്ന രീതിയിലല്ല ആ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ കൂടെ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പം പലരുടെയും ധാരണ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പം ഓരോ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം ആപ്പിൾ ഓരോ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ആപ്പിൾ ഇങ്ങനെ ചുമ്മാ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന ഒരു തലവേദനയായിട്ടാണ് പലരും വിചാരിക്കുന്നത്. ശരിക്കും അതൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരതിനെ കെയർ ചെയ്യുന്നുണ്ട്, അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്നത് ഗുണങ്ങളാണ് അല്ലെങ്കിൽ ദോഷങ്ങളല്ല. ഇതിൽ പലരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറയും അല്ലെങ്കിൽ എൻ്റെ ഡിവൈസിൻ്റെ പെർഫോമൻസ് കുറയും, അതിനെ ബാധിക്കും ഇതിനെ ബാധിക്കും എന്നുള്ളൊരു സത്യം പറയാലോ പൊട്ടയായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് പലരുടെയും മനസ്സിലേക്ക് പല ആളുകളും നിറച്ചു വെച്ചേക്കുന്നത്. കാരണം ഈ ഇടയായിട്ട് തെറ്റായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ്, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെ വലിയ രീതിയിൽ മുഴുപ്പിച്ച് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് എടുത്ത് പറയുന്ന പല വീഡിയോസും ഈ ഇടയിൽ ഞാൻ കാണാറായി. അപ്പം അങ്ങനെയുള്ള വീഡിയോസിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് ആകാം ഇങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ പല അപ്ഡേറ്റ് വീഡിയോസും ഫോളോ അപ്പ് വീഡിയോസും ഒക്കെ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫുള്ള് കാണുക, കണ്ടാലേ ഉള്ളൂ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് macOS Ventura അതോടൊപ്പം തന്നെ iPadOS 16 അപ്ഡേറ്റ്. ഈ അപ്ഡേറ്റ് രണ്ടും നമുക്ക് ഇതുവരെ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഈ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ബേറ്റയിലാണ് റൺ ചെയ്യുന്നത്. അത് ഒക്ടോബർ ഈ മാസം 2024 അകം തന്നെ നമുക്ക് ഈ അപ്ഡേറ്റുകൾ നമ്മുടെ ഡിവൈസുകളിൽ ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഇനി ആപ്പിളിൻ്റെ ഏതാനും ചില അപ്ഡേറ്റുകൾ അവൈലബിൾ ആണ്. അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ 5G ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ഇന്ത്യയിൽ 5G മെട്രോപൊളിറ്റൻ സിറ്റീസിൽ എടുത്തു പറയുവാണ്. നമ്മളുടെ എല്ലാ ഏരിയാസിലും നമുക്ക് അവൈലബിൾ അല്ല 5G. മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമാണ് കറൻ്റ്ലി ജിയോയും എയർടെലും ഒക്കെ 5G പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ അപ്ഡേറ്റ് വീഡിയോയുടെ താഴെ ചിലവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് 5G എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം. നിങ്ങൾ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ അത് സൈറ്റിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് 5G ഇപ്പം റോൾ ഔട്ട് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. അവിടെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് 5G ലഭിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഐഫോൺസിൽ 5G ലഭിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യാനുണ്ട്. അത് ആപ്പിൾ ഡിസംബറിലേക്കാണ് 2022 ഡിസംബറിലേക്ക് ആപ്പിൾ അത് അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഐഫോൺ യൂസേഴ്സിന് 5G യൂസ് ചെയ്ത് തുടങ്ങാനാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 5G റോൾ ഔട്ട് ചെയ്തേക്കുന്ന ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ 5G നെറ്റ്വർക്ക് ലഭിക്കത്തുള്ളൂ, അല്ലാത്ത പക്ഷം നമുക്ക് ലഭിക്കത്തില്ല. രണ്ടാമത് ആപ്പിൾ മ്യൂസിക് ഫോർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചറും കൂടെ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിനി അവരുടെ ലൈബ്രറിയിൽ അല്ലെങ്കിൽ അവരുടെ സോങ്സിന് ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അത് സാധിക്കുന്നതാണ്. കുറേയധികം അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ സൈൻ ഇൻ ചെയ്ത് അതിൽ വേണ്ട മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റും കൂടെ നമ്മൾ ആപ്പിൾ മ്യൂസിക്കിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത് ആപ്പിളിൻ്റെ മാക്സേഫ് യൂസർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട്. മാക്സേഫ് എന്ന് പറയുന്നത് iPhone 12 റിലീസ് ചെയ്തപ്പം ആപ്പിൾ കൊണ്ടുവന്ന പുതിയൊരു ചാർജിങ് മെക്കാനിസമാണ് അല്ലെങ്കിൽ ചാർജിങ് ഫീച്ചറാണ് നമ്മുടെ മാക്സേഫ്. ഈ ഒരു മാക്സേഫ് ഇത് നൊമാഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചാർജിങ് സ്റ്റാൻഡാണ്. അതിലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. ഇത് ആക്ച്വലി മാക്സേഫ് ആണ്.
അപ്പം ഈ ഒരു മാഗ്സേഫിന് ഒരു പുതിയ ഫേംവെയർ അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് വേർഷൻ 10M1A21 എന്നാണ് മോഡൽ നമ്പർ. ഇനി ഈ ഒരു വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ടൊരു നിബന്ധനയോ അല്ലെങ്കിൽ സ്റ്റെപ്സോ ഒന്നും ആപ്പിൾ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ മാക് യൂസർ ആണെന്നുണ്ടെങ്കിൽ മാക്കിലേക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാഗ്സേഫ് കണക്ട് ചെയ്തിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആയിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങൾ ജസ്റ്റ് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇനി ഞാൻ എടുത്തു പറയാൻ പോകുന്ന കുറച്ച് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ബഗ്ഗുകൾ അല്ലെങ്കിൽ ഇഷ്യൂസാണ്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും പറയുന്നൊരു കാര്യമാണ്, നമുക്കൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമറ ക്ലാരിറ്റി കുറഞ്ഞു അല്ലെങ്കിൽ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ക്യാമറ ക്ലാരിറ്റി ഒരിക്കലും ഒരു അപ്ഡേറ്റ് കൊണ്ട് കുറയത്തില്ല, ആ കാര്യത്തിൽ ഉറപ്പാണ്. ഇനി നമുക്ക് ക്യാമറയിൽ മറ്റെന്തെങ്കിലും ബഗ്ഗുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പം സൂം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബഗ്ഗോ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരാം. ഒരിക്കലും ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ട് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ക്യാമറയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഡിവൈസിൽ എൻ്റയർലി എവിടെയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഗ്ലിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യുക. അതിന് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു വോളിയം റോക്കർ അപ്പും ഡൗണും ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ടിൻ്റെ ഈ ഒരു ഓപ്ഷൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സെറ്റിംഗ്സിൽ ജനറൽസിൻ്റെ ഓപ്ഷനിൽ പോയി ഏറ്റവും താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിലും ടാപ്പ് ചെയ്താൽ നമുക്ക് ഈ ഒരു സെയിം സ്ക്രീനിലേക്ക് വന്ന് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് കൂടുതൽ ആളുകളും ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഐഫോൺ 11, 10R, 12 mini, 13 mini ഈ 4 ഡിവൈസുകളിലും നമ്മളെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. നമ്മുടെ 16.1 എന്ന് പറയുന്ന പുതിയ അപ്ഡേറ്റ് അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല. അത് ഈ മാസം അവസാനത്തോടെ റിലീസ് ആകുന്നതായിരിക്കും. ആ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജ് ഫീച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നീട് കൂടുതൽ ഐഫോൺ 13 Pro എസ്പെഷ്യലി 13 Pro Max യൂസേഴ്സ് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അവരുടെ ഡിസ്പ്ലേ വൈറ്റ് സ്ക്രീനായി പോവുക അല്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് വരിക എന്നുള്ള കാര്യം. ഈ ഇടയായിട്ട് കുറേയധികം യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ്. ഐഫോൺ 13 Pro Max യൂസേഴ്സാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ ഡിസ്പ്ലേ ചുമ്മാ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈറ്റ് സ്ക്രീൻ ആവുക അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോവുക, പിന്നെ യാതൊരു ഫംഗ്ഷനും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാതെ ആവുക എന്നുള്ള കാര്യം. അപ്പം ഇപ്പം കറൻറ്റ്ലി എനിക്ക് തോന്നുന്ന എല്ലാ ഐഫോൺ 13 ഡിവൈസുകളിലും അണ്ടർ വാറണ്ടിയുള്ള ഡിവൈസുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്ററിൽ, അതിപ്പോൾ iCare ആകാം അല്ലെങ്കിൽ F1 സൊല്യൂഷൻസ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പേരിലുള്ള ആപ്പിളിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക. അവിടെ ചെന്ന് ഡിവൈസ് സബ്മിറ്റ് ചെയ്യുക. കാരണം അണ്ടർ വാറണ്ടി ഡിവൈസുകൾ ഇതുപോലുള്ള ഹാർഡ്വെയർ ഫെയിലിയേഴ്സ് സംഭവിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതാണ്. അത് ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയുവാണെങ്കിൽ കഴിവതും നിങ്ങളുടെ ഡിവൈസുകളുടെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ ഐഫോൺ 13 Proയുടെ വാറണ്ടി എക്സ്പയർ ആകുന്നത്, ഒക്ടോബർ 7-ാം തീയതി. ആ ഒക്ടോബർ 7-ാം തീയതി ഞാൻ ആപ്പിളിൻ്റെ സപ്പോർട്ടുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അവർ തന്നെ സെറ്റാക്കി തരും ഈ ഒരു വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അതിൻ്റെ ലിങ്ക്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, 4500 രൂപയാണ് നമുക്ക് ഏത് ഡിവൈസും വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഐഫോൺ 40 ഒക്കെ ഓൾറെഡി നമുക്ക് വാറണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വാറണ്ടി എക്സ്പയർ ആകാൻ പോകുന്ന ഏത് ഡിവൈസ് ആണെങ്കിലും നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് വാറണ്ടി ചെക്ക് ചെയ്യുക, എന്നിട്ട് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. താമസിക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരും, തീർച്ചയായിട്ടും നമുക്കത് ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഏറ്റവും അവസാനം നമ്മളുടെ iOS 16.0.3യുടെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പാണ് എൻ്റെ ഐഫോൺ 14 Proയിൽ എനിക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 13 Proയിലും നല്ല രീതിയിലുള്ള ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബാക്കപ്പും നല്ല രീതിയിലുള്ള പെർഫോമൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് Milan. Catch you guys next video. Till then, peace.